നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ആയില്യം നക്ഷത്രക്കാരുടെ 2026 സമഗ്ര വിശകലനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കർക്കിടകൻ രാശിയിൽ ഉൾപ്പെടുന്ന ആയില്യം നക്ഷത്രക്കാർക്ക് 2026 ഒരു സുപ്രധാന പരിവർത്തന വർഷമായിരിക്കും. വർഷം 2 വ്യക്തമായ പകുതികളായി വിഭജിക്കപ്പെടുന്നുണ്ട്. ആദ്യ പകുതി വ്യക്തിഗതമായ പാഠങ്ങൾക്കും പഠിക്കുന്നതിനും ആന്തരികമായ സ്ഥിരത നേടുന്നതിനും ഇതിനൊക്കെ ഊന്നൽ നൽകിക്കൊണ്ടാണ് തുടരുന്നത്. രണ്ടാം പകുതി സാമ്പത്തിക വിജയത്തിൻ്റെയും ഭൗതിക സൗകര്യങ്ങളുടെയും അല്ലെങ്കിൽ സുഖങ്ങളുടെയും ഒക്കെ കാലഘട്ടമായിരിക്കും. ഈ വർഷം നിങ്ങളുടെ വൈകാരികമായ ആരോഗ്യവും സാമ്പത്തിക അച്ചടക്കവും പരീക്ഷിക്കപ്പെടാൻ സാധ്യതയുള്ളതും ആണ്. ജ്യോതിഷപരമായ സൂക്ഷ്മ വിശകലനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആയില്യം നക്ഷത്രക്കാർക്ക് ഈ 2026 ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധയിൽ വരേണ്ടത് 3 ശുഭകരമായ ഫലങ്ങളും 3 പ്രധാന മുന്നറിയിപ്പുകളുമാണ് ഇനി പറയുന്നത്. ധനപരമായ കുതിച്ചുചാട്ടമാണ് ജൂണിന് ശേഷം 2026 ജൂൺ 29 ശേഷമുള്ള വ്യാഴത്തിൻ്റെ സംക്രമണം 2ാം ഭാവത്തിലേക്ക്, അതായത് ധനഭാവമാണ് നടക്കുന്നുണ്ടത്. ഇത് സാമ്പത്തിക സ്ഥിതി അത്യധികം മെച്ചപ്പെടുത്തുകയും ആകർഷകമായ വരുമാനം ഉറപ്പാക്കുകയും ചെയ്യും. വിദ്യാഭ്യാസ വിജയമാണ് അടുത്തത്. ശനി 9ാം ഭാവത്തിൽ തുടരുന്നതിനാൽ മത്സര പരീക്ഷകൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും കഠിനാധ്വാനം ചെയ്യുന്നവർക്ക് മികച്ച വിജയം നേടാൻ സാധിക്കുന്ന വർഷം കൂടിയാണ്. പിന്നെയുള്ളത് കുടുംബത്തിൻ്റെ സന്തോഷമാണ്. വൈകാരികമായ പൂർണ്ണത അനുഭവിക്കാനും കുടുംബജീവിതം തൃപ്തികരമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യതയുണ്ട്. പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ജന്മഗുരുവിൻ്റെ ആദ്യ പകുതി, അതായത് ജനുവരി മുതൽ ജൂൺ വരെ വ്യാഴം നിങ്ങളുടെ 1ാം ഭാവത്തിൽ തുടരുന്ന ഈ കാലയളവിൽ അമിതമായ ചെലവുകൾ, അനാവശ്യമായ യാത്രകൾ, കൂടാതെ വ്യക്തിപരമായ ആശയക്കുഴപ്പങ്ങൾ എന്നിവ ഉണ്ടാവാം. സാമ്പത്തിക കാര്യങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. പിന്നെയുള്ളത് പങ്കാളികളിൽ വെല്ലുവിളികളാണ്. രാഹുവിൻ്റെയും കേതുവിൻ്റെയും പ്രധാന സ്വാധീനം കാരണമാണ് ബിസിനസ് പങ്കാളിത്തങ്ങളിലും ദാമ്പത്യ ബന്ധങ്ങളിലും തെറ്റിദ്ധാരണകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളത്. ക്ഷമ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടത് അമിതമായ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, അസ്വസ്ഥത എന്നിവ ഉണ്ടാകാനുള്ള സാധ്യതയാണ്. ആത്മീയമായ ചിന്തകളിലൂടെ ഇതിനെ മറികടക്കാൻ സാധിക്കുമെന്നതും കൂടെയാണ്. വർഷത്തിൻ്റെ 2ാം പകുതിയിൽ വ്യക്തമായ 2ാം പകുതി വിജയിക്കുന്നുണ്ട്. അതായത് ജനുവരി മുതൽ ജൂൺ വരെയുള്ള ആദ്യ കാലഘട്ടം ആന്തരിക പാഠങ്ങൾ പഠിക്കുന്നതിനും വൈകാരിക സ്ഥിരത നേടുന്നതിനുള്ള സമയമാണ്. അത് ജന്മഗുരുവിൻ്റെ സ്വാധീനമുള്ളതുകൊണ്ട്. ജൂലൈ മുതൽ ഡിസംബർ വരെയുള്ള സമയം സാമ്പത്തിക സ്ഥിരതയും ഭൗതിക വിജയം നേടാനുള്ള സമയമാണ്. ഏറ്റവും മികച്ച നിക്ഷേപമായി സുപ്രധാന ജോലികളും ഒക്ടോബറിന് ശേഷം പൂർത്തിയാക്കാൻ വ്യാഴം പൂർണ്ണമായും സഹായിക്കും. ആയില്യം നക്ഷത്രം കർക്കിടകൻ രാശിയിൽ വരുന്നതിനാൽ ഈ രാശിയിലെ ഗ്രഹങ്ങളുടെ സ്ഥാനം 2026 ഫലങ്ങളെ നിർണ്ണയിക്കുന്നുണ്ട്. വ്യാഴം, ശനി, രാഹു, കേതു എന്നിവയുടെ സംക്രമണമാണ് ഈ വർഷത്തെ പ്രധാന ഫലങ്ങൾക്ക് കാരണം. വ്യാഴത്തിൻ്റെ സംക്രമണം 2026 ഏറ്റവും നിർണായകമായ ജ്യോതിഷ സംഭവങ്ങളിൽ ഒന്നാണ്. വ്യാഴം 2026 ജൂൺ 29 വരെ കർക്കിടകൻ രാശിയിൽ 1ാം ഭാവത്തിലാണ് തുടരുന്നത്. ഇത് ജന്മഗുരുവിൻ്റെ ആദ്യ കാലഘട്ടം വ്യക്തിപരമായ വളർച്ചയ്ക്കും ജ്ഞാനസമ്പാദനത്തിനും വൈകാരികമായ പാറ്റേണുകൾ പരിഹരിക്കുന്നതിനും ഊന്നൽ നൽകുന്നു. എന്നിരുന്നാലും ഈ കാലയളവിൽ ചെലവുകൾ വർദ്ധിക്കാനും അനാവശ്യ യാത്രകൾക്ക് കാരണമാകാനും ഇടവരും. ഈ സമയത്ത് വൈകാരികമായ ഹീലിംഗ് ആണ് മുൻഗണന നൽകേണ്ടത്. ഇത് ബാഹ്യമായ വിജയത്തേക്കാൾ ആന്തരികമായ സ്ഥിരത കൈവരിക്കാൻ സഹായിക്കും. ജൂലൈ 14 മുതൽ ഓഗസ്റ്റ് 12 വരെ വ്യാഴം മൗഢ്യത്തിലായിരിക്കും. ഈ സമയത്ത് പ്രധാനപ്പെട്ട ശുഭകാര്യങ്ങൾ തുടങ്ങുന്നത് ഒഴിവാക്കുന്നത് ഉചിതമായിരിക്കും. കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിൽ ചില വെല്ലുവിളികളൊക്കെ ഉണ്ടാവാം. എന്നാൽ എല്ലാ കാര്യങ്ങൾക്കും ശ്രദ്ധ നൽകി പ്രവർത്തിച്ചാൽ അത് വിജയകരമായി പൂർത്തിയാക്കാനും സാധിക്കും. ജൂൺ 29 മുതൽ ഡിസംബർ 31 വരെ ധനഗുരു 2ാം ഭാവത്തിലാണ്. ജൂൺ 29 വ്യാഴം ചിങ്ങൻ രാശിയിലേക്ക്, അതായത് 2ാം ഭാവത്തിലേക്ക് സംക്രമിക്കുന്നു എന്നുള്ളതാണ്. 2ാം ഭാവത്തിലെ വ്യാഴത്തെ ധനഗുരു എന്ന് വിളിക്കപ്പെടുന്നുമുണ്ട്. ഇത് സാമ്പത്തിക കാര്യങ്ങളിൽ അധികം ശുഭകരമാണ്. ഈ സംക്രമണം വരുമാനം വർദ്ധിപ്പിക്കുകയും സാമ്പത്തിക സ്ഥിതിയെ ശക്തമാക്കുകയും ചെയ്യും. ആകർഷകമായ വരുമാനം നേടാനും ബിസിനസ്സിൽ ഉയർന്ന ലാഭം നേടാനും ഈ സമയം സഹായിക്കുന്നുമുണ്ട്. 2ാം ഭാവം ധനത്തോടും കുടുംബത്തോടും പ്രതിനിധീകരിക്കുന്നതിനാൽ ജൂണിന് ശേഷമുള്ള സമയം പുതിയ വീടോ അല്ലെങ്കിൽ വാഹനമോ ഒക്കെ വാങ്ങാനുള്ള ഏറ്റവും അനുകൂലമായ സമയവുമാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ നിങ്ങൾ പഠിച്ച ആന്തരിക പാഠങ്ങൾ 2ാം പകുതിയിലെ ഈ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിടുമെന്നുള്ളതാണ്. ശനി 2026 മീനൻ രാശിയിലാണ്. 9ാം ഭാവത്തിൽ തുടരും. 9ാം ഭാവം ഭാഗ്യത്തെയും ദൂരയാത്രയെയും ഉന്നത വിദ്യാഭ്യാസത്തെയും ഗുരുക്കന്മാരെയും സൂചിപ്പിക്കുന്നുണ്ട്. ഈ സ്ഥാനം സ്ഥിരത, കഠിനാധ്വാനം, ക്ഷമ എന്നിവ ആവശ്യപ്പെടുന്നതാണ്. ശനി വിശ്വാസ്യതയും സമർപ്പണവും പരീക്ഷിക്കപ്പെടുമെങ്കിലും ഇത് കഠിനാധ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം നേടാൻ സഹായിക്കുന്നതാണ്. കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അവസരങ്ങളും ഈ സ്ഥാനം കാരണം ഉണ്ടാകാനിടയുണ്ട്.
രാഹു കേതുവിൻ്റെ സംക്രമണത്തിൽ ജ്യോതിഷത്തിൽ ചില വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു വിശകലന പ്രകാരം രാഹു 2026 നവംബർ വരെ കുംഭൻ രാശിയിൽ 8ാം ഭാവത്തിലാണ് തുടരുന്നത്. കേതു ചിങ്ങൻ രാശിയിൽ 2ാം ഭാവത്തിലും തുടരും. 8ാം ഭാവത്തിലെ രാഹു അപ്രതീക്ഷിത പണലാഭങ്ങൾക്കും പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനും സാധ്യത നൽകുന്നുണ്ട്. ഈ ഭാവം പെട്ടെന്നുള്ള മാറ്റങ്ങളെ സൂചിപ്പിക്കുന്നതിനാൽ പങ്കാളിത്തത്തിൻ്റെ സ്വഭാവത്തിലും മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. 2ാം ഭാവത്തിലെ കേതു ധനപരമായ കാര്യങ്ങളിൽ സൂക്ഷ്മതയും സംസാരത്തിൽ നിയന്ത്രണവും ആവശ്യപ്പെടുന്നുണ്ട്. മാർച്ച് 2026 രാഹു മിഥുനത്തിലേക്ക്, അതായത് 12ാം ഭാവത്തിലേക്ക് മാറുന്നു. കേതു ധനുവിലേക്കാണ്, അതായത് 6ാം ഭാവം. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് 12ാം ഭാവത്തിലെ രാഹു അമിത ചെലവുകൾക്കും ആഡംബര വസ്തുക്കൾക്കും പണം പാഴാക്കുന്നതിനും കാരണമാകും. 6ാം ഭാവത്തിലെ കേതു ശത്രുക്കളെ കീഴടക്കാനുള്ള മാനസിക ശക്തി നൽകുകയും ചെയ്യും. ആയില്യം നക്ഷത്രക്കാർക്ക് തൊഴിൽ മേഖലയിൽ 2026 ഗുണദോഷ സംവത്സരമാണ്. വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ, അതായത് ജന്മഗുരുവിൻ്റെ സ്വാധീനമുള്ള മേഖല. കഠിനാധ്വാനം ചെയ്താലും ഉടൻ ഫലം ലഭിക്കാൻ പ്രയാസമാവും. ഈ സമയം ആന്തരികമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും ജോലിയിലെ മറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നതിനും കൂടുതൽ ഊന്നൽ നൽകേണ്ടതുണ്ട്. എന്നാൽ വർഷത്തിൻ്റെ 2ാം പകുതിയിൽ, അതായത് ജൂലൈ മുതലാണ് 9ാം ഭാവത്തിലെ ശനിയുടെ സഹായത്താൽ ക്ഷമയോടെ ചെയ്ത ജോലികൾക്ക് പ്രതിഫലം ലഭിച്ചു തുടങ്ങും. പൊതുവെ ഈ വർഷം സ്ഥിരമായ പുരോഗതിയും പോസിറ്റീവായ തൊഴിൽ അന്തരീക്ഷവും പ്രതീക്ഷിക്കാവുന്നതാണ്. ബിസിനസ് രംഗത്തുള്ളവർക്ക് നല്ല ലാഭം പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് 2ാം പകുതിയിൽ ബിസിനസ് വിപുലീകരണത്തിന് സാധ്യതയുള്ളതാണ്. തൊഴിൽപരമായ കാര്യങ്ങളിൽ പെട്ടെന്നുള്ള നിക്ഷേപങ്ങൾക്ക് പകരം ദീർഘകാല പദ്ധതികൾക്ക് പ്രാധാന്യം നൽകുന്നത് ഈ വർഷം വലിയ വിജയത്തിലേക്ക് എത്താൻ നയിക്കുന്നതുമാണ്. സാമ്പത്തികമായി 2026 ചില സമ്മർദ്ദങ്ങളോടെ ആരംഭിക്കുമെങ്കിലും വർഷം പുരോഗമിക്കുമ്പോൾ കാര്യങ്ങൾ മെച്ചപ്പെടുന്നതാണ്. നിങ്ങളുടെ വരുമാന രീതിയിൽ പോസിറ്റീവായ മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു തുടങ്ങും. വ്യാഴം ജൂണിന് ശേഷം ധനഭാവത്തിലേക്ക്, 2ാം ഭാവത്തിലേക്കാണത് സംക്രമിക്കുന്നതിനാൽ വരുമാനം വർദ്ധിക്കാനും സാമ്പത്തികമായ ശക്തമായ നിലയിൽ എത്തിക്കാനും ചെയ്യും. ഈ സമയത്ത് ദൈവ അനുഗ്രഹത്താൽ പുതിയ വീടോ വാഹനമോ ഒക്കെ നിങ്ങൾക്ക് വാങ്ങാനാകും. 8ാം ഭാവത്തിലെ രാഹുവിൻ്റെ സ്വാധീനം കാരണം അപ്രതീക്ഷിത ധനലാഭത്തിനോ അല്ലെങ്കിൽ പൂർവിക സ്വത്ത് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട്. അപ്രതീക്ഷിതം എന്ന് പറയുന്നത് ചില ലോട്ടറിയോ അതുപോലുള്ളവയാണ്. എന്നാൽ ആദ്യ പകുതിയിൽ ജന്മഗുരു 8, 12 ഭാവങ്ങളിലെ രാഹു അനാവശ്യമായ ചെലവുകളും ആഡംബര വസ്തുക്കൾക്കായി പണം പാഴാക്കുന്നതും വർദ്ധിക്കാൻ സാധ്യതയുമുണ്ട്. കടം വാങ്ങൽ, കടം കൊടുക്കൽ അല്ലെങ്കിൽ വർദ്ധിച്ച ചെലവുകൾ എന്നിവ പ്രശ്നങ്ങൾ വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനാൽ പണം വിവേകത്തോടെ ഉപയോഗിക്കുകയും അനാവശ്യ ചെലവുകൾ ഒഴിവാക്കുകയും ചെയ്യേണ്ടതും ആവശ്യമാണ്. 2ാം ഭാവത്തിലെ കേതുവിൻ്റെ സാധ്യത അത് നവംബർ വരെയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ അമിതമായ ധൈര്യം കാണിക്കാതിരിക്കാനും സമ്പാദ്യം സംരക്ഷിക്കാൻ കൂടുതൽ ശ്രമം നടത്താനും ആവശ്യപ്പെടുന്നത്. 2026 ആയില്യം നക്ഷത്രക്കാർക്ക് വൈകാരികമായ കാര്യങ്ങളിൽ വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. നിങ്ങളുടെ വികാരങ്ങൾ കൂടുതൽ ആഴത്തിലും അഭിനിവേശത്തോടെയും പ്രകടമാക്കാൻ കഴിയും. പങ്കാളിയോട് ആഴത്തിലുള്ള സ്നേഹവും സത്യസന്ധതയും പ്രകടിപ്പിക്കാനുള്ള ആഗ്രഹം വർദ്ധിക്കുകയും ചെയ്യും. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷവും റൊമാൻസും ഒക്കെ നിറഞ്ഞു വരികയും ചെയ്യും. എങ്കിലും രാഹുവിൻ്റെയും കേതുവിൻ്റെയും സ്വാധീനം കാരണം ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നതിനും വളർത്തുന്നതിനും സ്ഥിരമായ പരിശ്രമവും വൈകാരികമായ നിക്ഷേപവും ആവശ്യമാണ്. ക്ഷമയും പരസ്പര ധാരണയും ബന്ധങ്ങളെ ശക്തിപ്പെടുത്തും. കുടുംബത്തിൽ നിന്നോ പിന്തുണ ലഭിക്കുകയൊക്കെ ഉണ്ടാകും. ഈ വർഷം കുടുംബപരമായ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കുകയും ഇവ പൂർണ്ണ ശ്രദ്ധ നൽകി നിറവേറ്റേണ്ടിയും വരുന്നതാണ്. സന്താനങ്ങളെക്കുറിച്ച് ആലോചിക്കുന്ന ദമ്പതികൾക്ക് നല്ല വാർത്തകളൊക്കെ ഉണ്ടാകും. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ വർഷം പങ്കാളിയുമായുള്ള ബന്ധത്തിൽ ഞാൻ എന്നതിലുപരി നമ്മൾ എന്ന ധാരണയെ പരീക്ഷിക്കുന്ന സമയവുമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഈ വർഷം മികച്ച നേട്ടങ്ങൾ കൈവരിക്കാനുള്ള സാഹചര്യമുണ്ട്. വിദ്യാർത്ഥികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ ഈ 2026 അവസരം നൽകുന്നുണ്ട്. 9ാം ഭാവത്തിലെ ശനിയുടെ സ്ഥാനം കാരണം നിയമം പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കും കഠിനാധ്വാനത്തോടെ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വലിയ വിജയം നേടാൻ സാധിക്കും എന്നുള്ളതാണ്. ജന്മഗുരുവിൻ്റെ സ്വാധീനം ആദ്യ പകുതിയിലാണ്. അത് കാരണം ജ്ഞാനസമ്പാദനത്തിലും ആത്മീയ വിഷയങ്ങളിലും നിങ്ങൾക്ക് താല്പര്യം വർദ്ധിക്കും. ഈ വർഷം ആത്മീയ വളർച്ചയ്ക്കും ഉണർവിനും ഊന്നൽ നൽകുന്നു. എന്നാൽ 1ാം ഭാവത്തിലെ വ്യാഴം അനാവശ്യ യാത്രകൾക്ക് കാരണമാവുകയും ഇത് ചെലവുകൾ ഉണ്ടാക്കിപ്പിക്കുകയൊക്കെ ചെയ്യുന്നതുമാണ്. പൊതുവേ ശാരീരിക ആരോഗ്യം തൃപ്തികരമായിരിക്കുമെങ്കിലും മാനസിക ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമുള്ള സമയമാണ്. കേതുവിൻ്റെ സ്വാധീനം പ്രത്യേകിച്ച് 6ാം ഭാവത്തിൽ വന്നാൽ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ, അസ്വസ്ഥത എന്നിവയ്ക്ക് കാരണമായേക്കാം. എങ്കിലും 6ാം ഭാവത്തിലെ കേതു മാനസികവും ശാരീരികവുമായി ശക്തി നൽകാനും വെല്ലുവിളികളെ അപ്രതീക്ഷിതമായി മറികടക്കാനും സഹായിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയുമുണ്ട്. ആയില്യം നക്ഷത്രക്കാർ ഈ വർഷം വൈകാരികമായ ആരോഗ്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ആന്തരിക പ്രശ്നങ്ങളെ പുറത്തു കൊണ്ടുവരാനും സമ്മർദ്ദം വർദ്ധിപ്പിക്കാനും സാധ്യതയുള്ളതാണ്. കൂടാതെ അമ്മയുടെയും കുട്ടികളുടെയും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ട സമയം കൂടിയാണ്.
2026 പ്രധാന വെല്ലുവിളികൾ ജന്മഗുരുവിൻ്റെ ആദ്യ പകുതിയിലെ സാമ്പത്തിക അസ്ഥിരതയും രാഹു കേതുവിൻ്റെ ബന്ധങ്ങളിലെ സമ്മർദ്ദവുമാണ്. ഈ ദോഷഫലങ്ങളെ ലഘൂകരിക്കാനുള്ള പരിഹാരങ്ങളുണ്ട്. വ്യാഴം 1-ാം ഭാവത്തിൽ നിൽക്കുന്നത് അത് ജന്മഗുരു വ്യക്തിപരമായ വളർച്ചയ്ക്ക് നല്ലതാണെങ്കിലും അമിതമായ ചെലവുകൾ നിയന്ത്രിക്കുന്നതിനും ജീവിതത്തിൽ സ്ഥിരത നേടുന്നതിനും വ്യാഴത്തെ ശക്തിപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. വ്യാഴാഴ്ച വ്രതം അനുഷ്ഠിക്കേണ്ടത് വ്യാഴത്തെ ശക്തിപ്പെടുത്തും. തുടർച്ചയായ 8 ദിവസത്തേക്ക് ക്ഷേത്രത്തിൽ മഞ്ഞൾ ദാനം ചെയ്യുക, വ്യാഴാഴ്ചകളിൽ പശുവിന് ശർക്കര നൽകുക എന്നിവ ശുഭകരമായ കാര്യങ്ങളാണ്. വ്യാഴത്തിൻ്റെ ബീജമന്ത്രം ദിവസവും 108 തവണ ജപിക്കുന്നത് ഗുണകരമാണ്. നെറ്റിയിൽ മഞ്ഞൾ അല്ലെങ്കിൽ ഓറഞ്ച് ചന്ദനം ധരിക്കുന്നത് വ്യാഴത്തിൻ്റെ അനുഗ്രഹം വർദ്ധിപ്പിക്കും. മഞ്ഞ നിറത്തിലുള്ള ആഭരണങ്ങൾ, പ്രത്യേകിച്ച് സ്വർണം ധരിക്കുന്നതും വ്യാഴത്തെ ശക്തിപ്പെടുത്താൻ സഹായിക്കും. വ്യാഴത്തിൻ്റെ അനിഷ്ടഫലങ്ങൾ മാറ്റുന്നതിനും ഗോചര സംക്രമണത്തിൻ്റെ നെഗറ്റീവ് സ്വാധീനം കുറയ്ക്കുന്നതിനും ഗുരു പരിഹാര പൂജ നടത്തുന്നത് ഉചിതമായിരിക്കും. ശനിദോഷ പരിഹാരങ്ങൾക്കായി 9-ാം ഭാവത്തിലെ ശനി കഠിനാധ്വാനത്തിന് ഫലം നൽകുമെങ്കിലും അമ്മയുടെയും കുട്ടിയുടെയും ആരോഗ്യത്തെ ബാധിക്കാതിരിക്കാൻ പരിഹാരങ്ങൾ ചെയ്യാവുന്നതാണ്. ശ്രീനീല ശനി സ്തോത്രം ദിവസവും ചൊല്ലുന്നത് ശനിദോഷ ഫലങ്ങൾ കുറയ്ക്കാൻ സഹായിക്കും. ആയില്യം നക്ഷത്രക്കാർക്ക് 2026 ഒരു സമ്മിശ്ര ഫലങ്ങൾ നൽകുന്ന വർഷമാണ്. ഈ വർഷം സാമ്പത്തിക സ്ഥിതിയിൽ ഒരു വലിയ കുതിച്ചുചാട്ടത്തിൻ്റെ സാക്ഷിയൊക്കെ വഹിക്കുന്നതാണ്. പ്രത്യേകിച്ചും ജൂണിന് ശേഷം വിദ്യാഭ്യാസ രംഗത്തും തൊഴിൽ രംഗത്തും സ്ഥിരമായ വളർച്ച പ്രതീക്ഷിക്കാവുന്നതുമാണ്. എങ്കിലും വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ ജന്മഗുരുവിൻ്റെ സ്വാധീനം കാരണം സാമ്പത്തിക അച്ചടക്കത്തിലും വൈകാരികമായ വിഷയങ്ങളിലും കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതുണ്ട്. ക്ഷമയോടെ കാത്തിരിക്കുകയും കുടുംബപരമായ ഉത്തരവാദിത്തങ്ങളിൽ പൂർണ്ണ ശ്രദ്ധ നൽകുകയും ചെയ്യുമെങ്കിൽ ഈ വർഷം ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും മികച്ച നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. 2026 ആയില്യം നക്ഷത്രക്കാർക്ക് ക്ഷമ, ആന്തരിക വളർച്ച, സാമ്പത്തിക അച്ചടക്കം എന്നിവയുടെ വർഷമാണ്. ആദ്യ പകുതിയിലെ ആന്തരികമായ പരിശ്രമങ്ങൾ പൂർത്തിയാക്കുമ്പോൾ 2-ാം പകുതിയിൽ ധനപരമായ വലിയ നേട്ടങ്ങൾ ഉറപ്പാണ്. ജൂണിന് ശേഷം ഭാഗ്യം നിങ്ങൾക്ക് അനുകൂലമാകും.